നമസ്കാരം. ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച മറ്റ് ലോക രാജ്യങ്ങൾ ഉത്കണ്ഠയോടെയാണ് നോക്കിക്കണ്ടത്. മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതിൽ ഏറ്റവും ശക്തിയേറിയ ഒന്നാണ് അമേരിക്കൻ യുദ്ധവിമാനമായ F-35 ഇന്ത്യക്ക് നൽകാമെന്ന ട്രംപിന്റെ വാഗ്ദാനം. അമേരിക്കയുടെ ബ്രഹ്മാസ്ത്രമാണ് ഈ മാരക യുദ്ധവിമാനം. ഇന്ത്യയുമായുള്ള പ്രതിരോധ ആയുധ വ്യാപാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ യുദ്ധവിമാനം അമേരിക്ക ഇന്ത്യക്ക് നൽകുവാൻ തയ്യാറാകുന്നത്. ദശലക്ഷം ഡോളർ വിലമതിക്കുന്ന കരാറിൽ ഒപ്പുവെക്കുന്നതോടെ ഇന്ത്യയുടെ സൈനിക ശക്തി ലോകത്തിലെ തന്നെ ഏറ്റവും മുൻനിരയിൽ എത്തിച്ചേരും. അമേരിക്കയുടെ 5ാം തലമുറ യുദ്ധവിമാനമാണ് F-35. മാരക പ്രഹരശേഷി കൊണ്ട് ലോകം വിറപ്പിച്ച അമേരിക്കയുടെ യുദ്ധവിമാനം വേഗതയാണ് F-35നെ കരുത്തുറ്റതാക്കുന്നത്. കണ്ണിമ വെട്ടുന്ന സമയം കൊണ്ട് ശത്രുക്കളുടെ നെറുകയിൽ പ്രഹരം ചൊരിയാൻ കഴിയും ഇതിന്. അത്യാധുനിക സാങ്കേതിക വിദ്യകളാൽ നിർമ്മിച്ച യുദ്ധവിമാനമാണിത്. ഇതിൻ്റെ രൂപഘടന മറ്റു വിമാനങ്ങളിൽ നിന്നും വേറിട്ടതാകുന്നു. അത്യാധുനിക സൈലൻസറുകൾ ഈ വിമാനത്തിലുണ്ട്. ഇത് ദീർഘദൂര ശത്രുക്കളെ കണ്ടെത്തുന്നതിനും പ്രതിരോധം തീർക്കുന്നതിനും സഹായിക്കുന്നു. F-35 വിമാനങ്ങൾക്ക് 3 വകഭേദങ്ങളുണ്ട്. F-35A ആണ് ഇതിൽ ആദ്യത്തേത്. പരമ്പരാഗത ടേക്ക് ഓഫ് ലാൻഡിംഗ് സംവിധാനങ്ങളുള്ള വിമാനമാണിത്. ആദ്യകാലങ്ങളിൽ അമേരിക്കൻ വ്യോമസേന വ്യാപകമായി ഉപയോഗിച്ചിരുന്ന വിമാനം. $80 മില്യൺ വിമാനം നിർമ്മിക്കുവാനുള്ള ചെലവ്. ഷോർട്ട് ടേക്ക് ഓഫ് വെർട്ടിക്കൽ ലാൻഡിംഗ് ചെയ്യുന്ന വകഭേദമാണ് F-35B. അമേരിക്കയുടെ തീരസംരക്ഷണ സേന വിഭാഗം ഉപയോഗിക്കുന്ന വിമാനമാണിത്. ഇത് നിർമ്മിക്കാൻ $115 മില്യൺ വേണ്ടിവരും. വിമാനവാഹിനികൾക്കായി നിർമ്മിച്ച 35C ആണ് 35 സീരീസിൽ 3ാമത്തേത്. നാവികസേനയാണ് ഈ വിമാനങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ നിർമ്മാണത്തിനായി $110 മില്യൺ ചിലവാണ്. നിർമ്മാണം മാത്രമല്ല, ഈ വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനും ചിലവ് കൂടുതലാണ്. വിമാനം 1 മണിക്കൂർ പറക്കുന്നതിന് $36,000 പണം മുടക്കേണ്ടി വരും. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ട് നിർമ്മിച്ചത് കൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനവും പരിപാലനവും ഇത്രയധികം ചിലവേറിയതാകുന്നത്. ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾക്ക് അമേരിക്ക ഈ വിമാനം മുൻപ് നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ നിർദ്ദേശം ഇന്ത്യ അംഗീകരിക്കുകയാണെങ്കിൽ പുതിയ ചരിത്രം കുറിക്കപ്പെടും. അമേരിക്കയിൽ നിന്നും ഏറ്റവും കരുത്തുറ്റ വിമാനം സ്വന്തമാക്കുന്ന നാറ്റോയിൽ അംഗമല്ലാത്ത, പസഫിക് US സഖ്യത്തിൽ അംഗമല്ലാത്ത രാജ്യമായിരിക്കും ഇന്ത്യ. നിലവിൽ ഫ്രാൻസിൽ നിന്നുള്ള റാഫേലാണ് ഇന്ത്യയുടെ പക്കലുള്ള അത്യാധുനിക യുദ്ധ വിമാനം. അമേരിക്കയുടെ വിമാനങ്ങൾ കൂടി ഇന്ത്യയുടെ ഭാഗമായാൽ ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് ഇരട്ടിയായി മാറും.